നമുക്കിന്നൊരു മോരുകറി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഒരു വെള്ളരി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. ഇനി അതിലേക്ക് 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് വേവാനായിട്ട് വെക്കുക. വെള്ളരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ മിക്സിയിലിട്ടിട്ട് 1 സ്പൂൺ ചെറിയ ജീരകവും 3-4 ചെറിയുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1.5 കയ്യിൽ തൈരും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളരി വെന്തെന്ന് കണ്ടാൽ നമ്മൾ അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അത് ഓവറായിട്ട് അടുപ്പത്ത് കിടന്ന് തിളക്കാതെ ഒന്ന് തുള്ളി വരുമ്പോൾ നമുക്കത് ഇറക്കി വെക്കാം. ഇനി നമ്മൾ മോരുകറി ഒന്ന് താളിക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കരിവേപ്പും പൊട്ടിച്ചിട്ട് നമ്മൾ മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളെ മോരുകറി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിലേക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.